എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാർ രണ്ട് ടീമായിട്ട് രണ്ട് ഭാഗത്തേക്ക് പോവാണ്. ഷിഫോണും പുട്ടിങ്ങും സാഞ്ചിയും അവർ മൂന്ന് പേരും ആ പായൽ കയറി അങ്ങനെ കുതിച്ചു പായും. ബിഗ് മോം ആണെങ്കിൽ സ്ക്വാഡൊക്കെ എടുത്ത് ആഞ്ഞു വീശും. പക്ഷെ ജസ്റ്റ് മിസ്സിന് നമ്മുടെ ആൾക്കാർ ആ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അപ്പോഴായിരിക്കും ലൂഫി ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക. ബിഗ് മോം അവൾ കടന്നുപോയ ഒരു പ്രദേശത്തിൽ ഇപ്പൊ വലിയൊരു വഴി തന്നെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു വഴിയിലൂടെ അവർ മുൻപോട്ടേക്ക് പോവുകയാണെങ്കിൽ ഈസിയായി കപ്പലിലേക്ക് എത്താം. ലൂഫിക്കാണെങ്കിൽ ഭയങ്കര ആവേശം. കമോൺ കമോൺ, ഇതാണ് പറ്റിയ അവസരം. ഈ ഒരു വഴിയിലൂടെ നമുക്ക് മുൻപോട്ടേക്ക് പോയി ഈസി ആയിട്ട് കപ്പലിൻ്റെ അടുത്തേക്ക് എത്താമെന്ന് പറയും. അപ്പോഴായിരിക്കും പുട്ടിങ് അവളൊരു കാര്യം നോട്ട് ചെയ്യുക. നമ്മുടെ ആൾക്കാർ പോകുന്നത് തെറ്റായ ദിശയിലാണ്. ആ ട്രീസ് അവറ്റകൾ നമ്മുടെ ആൾക്കാർ നൈസായിട്ട് ഡൈവേർട്ട് ചെയ്തു. ആ കാര്യം മനസ്സിലാക്കിയ പുട്ടിങ് ആണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് അത് വിളിച്ചു പറയും. അതിനുശേഷം അവളുടെ മെമ്മറി പവർ ഉപയോഗിച്ച് ആ മരങ്ങൾക്കെല്ലാം തന്നെ ലൈഫ് കൊടുത്തവരുടെ മെമ്മറി അത് അവറ്റകളുടെ മെമ്മറിയിലേക്ക് കൊണ്ടുവരികയാണ്. ആ മെമ്മറി കിട്ടേണ്ട താമസം ആ ട്രീസ് എല്ലാം തന്നെ ഒരു സെക്കൻഡ് അവർക്ക് മെമ്മറി കൊടുത്ത ആളുടെ റിയൽ നേച്ചർ അത് കാണിക്കാനായിട്ട് തുടങ്ങും. ആ ഗ്യാപ്പിൽ നമ്മുടെ ആൾക്കാർ യഥാർത്ഥ വഴി നോക്കി മുൻപോട്ടേക്കും പോവും. ഇവിടെ സാഞ്ചി ആണെങ്കിൽ പുട്ടിങ്ങിനെ നോക്കി, വാവ്, നിന്റെ ഈ ബുദ്ധിയൊക്കെ ശരിക്കും അടിപൊളിയാണ്. നീ സത്യത്തിൽ ഒരു സകലകല വല്ലഭയാണ്. അത് കേൾക്കേണ്ട താമസം അവളുടെ തേർഡായി അത് ഓപ്പണായി അവളിപ്പോൾ സാഞ്ചിയെ ചീത്ത വിളിക്കാൻ തുടങ്ങും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എൻ്റെ പായൽ കയറിയിരിക്കും. മര്യാദയ്ക്ക് നടന്നുവാ. ഒരു കാരണവശാലും എൻ്റെ അമ്മയെയും എൻ്റെ ആൾക്കാരെയും തോൽപ്പിക്കാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല. പക്ഷെ സാഞ്ചിയാണെങ്കിൽ അപ്പോഴും കൂളായിട്ട് അവളെ വർണ്ണിച്ചും പുകഴ്ത്തിയും അങ്ങനെ ഒരു വിധത്തിൽ 1000 സണ്ണി കപ്പലിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. കപ്പലിലാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ചോപ്പറും ബ്രൂക്കുമായിട്ട് ഫൈറ്റ് ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. പ്രധാനപ്പെട്ട ഒരുപാട് വില്ലന്മാരുണ്ട് അതിൽ. കട്ടകുറി, പെരോറ, അങ്ങനെ വലിയൊരു സംഘം കപ്പലിൽ ഫൈറ്റ് ചെയ്യുകയാണ്. പുട്ടിങ്ങിനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. അവളുടെ തേർഡായി ഓപ്പൺ ചെയ്ത് സാഞ്ചിയോട് പറയും, നീ അത് കണ്ടില്ലേ, ഞങ്ങളുടെ ആൾക്കാർ അവർ തീർച്ചയായിട്ടും നിന്റെ ആൾക്കാരെ മൊത്തത്തിൽ തകർത്തില്ലാതാക്കുമെന്ന് പറയും. അടുത്ത സെക്കൻഡ് അവൾ നോർമലായി മാറി അവളെ തന്നെ കുറ്റപ്പെടുത്തുകയാണ്. ഓ മൈ ഗോഡ്, ഞാൻ ഈ പറയുന്ന ഒന്നും ശരിയല്ല. എൻ്റെ ഉള്ളിലെ ഈ ഒരു ഈവിൾ ക്യാരക്ടർ എനിക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവൾ ഒരുപാട് വിഷമിക്കും. ഷിഫോൺ ആണെങ്കിൽ സാഞ്ചിയോട് പറയും, നീ അത് കാണുന്നില്ലേ, നിന്റെ ടീംമേറ്റ്സ് അവർ ഒരുപാട് കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്യാണ്, അവരെങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്ത്. അതിന് സാഞ്ചി പറയും, ഒരു നിസ്സാരക്കാരല്ല, സ്ട്രോഹാറ്റ് ടീമിലെ മെമ്പേഴ്സാണ്, അവർക്ക് എന്നെ കഴിഞ്ഞും പവറുണ്ട്. സോ നമ്മളിപ്പോൾ അവരെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞ് ഒരു സ്വീറ്റ് ഐലാൻഡ് അത് ലക്ഷ്യമാക്കി പോവുകയാണ്. എത്രയും വേഗം ബിഗ് മോമിന് കേക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നത് മാത്രമാണ് സാഞ്ചിയുടെ മനസ്സിൽ. ബ്രൂക്കും ചോപ്പറും ആണെങ്കിൽ ഇവിടെ നിർത്താതെ ഫൈറ്റ് ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ചോപ്പറിനാണെങ്കിൽ അവന്റെ ക്ഷമ നശിക്കും. കാരണം ആ ഒരു കണ്ണാടിയിലൂടെ വീണ്ടും വീണ്ടും വില്ലന്മാർ പുറത്തേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഇപ്പൊ തന്നെ ആ മിറർ തകർക്കും എന്ന് ചോപ്പർ പറയും. അതിന് ബ്രൂക്ക് പറയും, അയ്യോ വേണ്ട വേണ്ട, അത് റോബിനും ഡാമിയും ഉപയോഗിക്കുന്ന മേക്കപ്പ് മിററാണ്, അത് തകർത്ത് കളഞ്ഞ അവർ തീർച്ചയായിട്ടും നിന്നെ വെറുതെ വിടില്ല. അത് കേട്ട് പരസ്പരം പറയും, നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടും യാതൊരു കാര്യമില്ല. നിങ്ങളിത് കേട്ടില്ലേ, കുറച്ചു മുൻപ് ബിഗ് മോം ക്രിയേറ്റ് ചെയ്ത ആ തണ്ടർ പവറിന്റെ ശക്തിയും സൗണ്ടും ഒക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ആൾക്കാർ അവർ മരിച്ചിട്ടുണ്ടാവും. മര്യാദയ്ക്ക് കീഴടങ്ങിയ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ അത് നഷ്ടപ്പെടില്ല. അത് കേട്ട് കൺട്രോൾ പോയ ബ്രൂക്കാണെങ്കിൽ സ്ക്വാഡ് എടുത്ത് അവനെ വെട്ടാൻ അവൻ്റെ നേർക്ക് ഓടും. അങ്ങനെ അവർ രണ്ടുപേരും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ പോരാട്ടം. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ പുട്ടിങ് പറഞ്ഞു കൊടുത്ത ആ ഒരു വഴിയിലൂടെ ഓടും. ലൂഫിക്കാണെങ്കിൽ ആദ്യമൊക്കെ പുട്ടിങ്ങിനെ തീരെ വിശ്വാസവും ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ കുറേശ്ശെ അവളോട് സ്നേഹവും വിശ്വാസവും ഒക്കെ തോന്നും. മറ്റൊരു ഭാഗത്ത് ആ സണ്ണാണെങ്കിൽ ഇപ്പോഴും വൈറ്റ് ക്ലൗഡിനോട് ദേഷ്യപ്പെടുകയാണ്. അവന്റെ മനസ്സിലാണെങ്കിൽ ആ ബ്ലാക്ക് ക്ലൗഡും ചൂടെ ബ്ലാക്ക് ക്ലൗഡ്സിനെ കിട്ടുമായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ചിന്തിച്ച് അവൻ അവറ്റകളെ തന്നെ സ്വപ്നം കാണും. ഇവിടെ ബിഗ് മോം ആണെങ്കിൽ നമ്മുടെ ആൾക്കാരെ വിടാതെ പിന്തുടർന്ന് അവളുടെ വലിയൊരു പവർ ഉപയോഗിച്ച് ആഞ്ഞൊരടി. ആ ഒരു അടിയിൽ നമ്മുടെ ആൾക്കാർ ഓടിക്കൊണ്ടിരുന്ന ആ ഒരു പ്രദേശം അത് തന്നെ മൊത്തത്തിൽ തകർന്ന് തരിപ്പണാവും. കട്ട് ചെയ്ത ബ്രൂക്കും ചോപ്പറും അവർ രണ്ടുപേരും ചേർന്ന് ആ പരസ്പരമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഇത് ഞങ്ങളുടെ കപ്പലാണ്, സ്ട്രോഹാറ്റ് ടീമിന്റെ കപ്പല്. ഒരു കാരണവശാലും മറ്റാർക്കും ഇതിൽ നിൽക്കാൻ പോലും യോഗ്യതയില്ല. ഞങ്ങളിത് ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാർ രണ്ടുപേരും കട്ടയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യും. അതിനാ പരസ്പരവും അവൻ നമ്മുടെ ആൾക്കാരെ നോക്കി ചിരിച്ച്
അവന്റെ ആ ജെല്ലി പവർ അതങ്ങനെ റിലീസ് ചെയ്യാണ്. അടുത്ത നിമിഷം അവർ രണ്ടുപേരും അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ആ ജെല്ലി പവർ അത് ബ്രൂക്കിന്റെയും ചോപ്പറിന്റെയും കാലിലേക്ക് ഒലിച്ചിറങ്ങി. അവർക്കാണെങ്കിൽ ഇപ്പോൾ അവിടെ നിന്ന് അനങ്ങാൻ കഴിയില്ല. പരസ്പരമൊക്കെയാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. അവൻ വലിയ എന്തോ റോക്കറ്റ് വിട്ട ഭാവത്തില് അങ്ങനെ നമ്മുടെ ആൾക്കാരെ നോക്കി നിൽക്കും. ഒരു ജെല്ലി അത് കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആയിട്ട് അങ്ങനെ അവരുടെ ബോഡിയിലേക്ക് സ്പ്രെഡ് ആവാനായിട്ട് തുടങ്ങും. ബ്രൂക്കിനും ചോപ്പറിനും ഒന്ന് അനങ്ങാൻ പോലും കഴിയില്ല. അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ഔട്ട് ചെയ്ത് ആ കപ്പൽ കാണിക്കും. ഒരുപാട് വില്ലന്മാർ വീണ്ടും വീണ്ടും ബ്രോലിയുടെ സഹായത്താൽ ആ മിറർ ഡയമെൻഷനിലൂടെ കപ്പലിലേക്ക് എത്തുകയാണ്. മാത്രമല്ല, ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ആ മീനുകള് അവറ്റകള് ഒരുപാടെണ്ണം ഇപ്പൊ ആ കടലിലുണ്ട്. ആ ഐലാൻഡ് മുഴുവൻ ബിഗ് മോമിന്റെ ആൾക്കാർ റൗണ്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാർ ആരും തന്നെ രക്ഷപ്പെടാൻ പാടില്ല. അവരെല്ലാവരെയും ബിഗ് മോമിന് മുൻപിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ഇവിടെ ചോപ്പറിനും ബ്രൂക്കിനും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എത്രയും വേഗം എന്തെങ്കിലും ചെയ്തിട്ടില്ല എങ്കിൽ അവർ രണ്ടുപേരെയും ആ കപ്പലും അടക്കം ആ വില്ലന്മാർ അവിടുന്ന് കൊണ്ടുപോകും. ആ വില്ലന്മാര് അവരവിടുന്ന് കൊണ്ടുപോകും. ചോപ്പറിന്റെ ബോഡിയിലാണെങ്കിൽ ഏകദേശം മുഴുവനായിട്ടും ആ ഒരു ക്യാൻഡി ഫില്ലായി. ആണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവന്റെ സൈസ് അത് ചെറുതാക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അത് ചെറുതാവില്ല. കസ്പെറോ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ അവസ്ഥയൊക്കെ കണ്ട് അങ്ങനെ കളിയാക്കും. നിങ്ങളിപ്പോ നിസ്സഹായരായി എന്റെ മുൻപിൽ നിൽക്കുകയല്ലേ? ഇതുപോലെ തന്നെയായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സും ബിഗ് മോമിന്റെ മുൻപിൽ നിസ്സഹായരായിട്ട് നിന്നിട്ടുണ്ടാവുക. നിങ്ങളെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങളെല്ലാവരും യൂസ്ലെസ് ആണ്. എൻ്റെ അടുത്ത് നിങ്ങളുടെ വിദ്യ അതൊന്നും ഫലിക്കില്ല. എന്നോട് ഫൈറ്റ് ചെയ്ത് ജയിക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് അവനങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഞാൻ ആരെങ്കിലും സ്കെച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ 3 മിനിറ്റ്, വെറും 3 മിനിറ്റ് കൊണ്ട് അവരെ ഞാൻ തകർക്കും. അത് കേട്ട് ചോപ്പർ ആണെങ്കിൽ ഞെട്ടുകയാണ്. അവന്റെ 32 പല്ലും കാണിച്ച് അവൻ അങ്ങനെ നിൽക്കുന്നത്. അവന്റെ 32 പല്ലും കാണിച്ച് ഇളിച്ചു നിൽക്കും. അതാ ജെല്ലി ആണെങ്കിൽ അങ്ങനെ ഫ്രീസ് ചെയ്ത് ലാമിനേറ്റ് ചെയ്തെടുക്കുകയാണ്. അത് കണ്ട് കൺട്രോൾ പോയ ബ്രൂക്ക് അവൻ ടെൻഷനാവും. നിർത്തടാ നീ, സ്റ്റോപ്പ് ദ ഫക്ക്. അതിന് പരസ്പരമാണെങ്കിൽ സിമ്പിളായിട്ട് പറയും, ഇനി നീ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. ഓൾറെഡി നിങ്ങൾക്ക് 2 പേർക്കും ഞാൻ അവസരം തന്നതാണ്. കപ്പലിനെയും ഫ്രണ്ട്സിനെയും വിട്ട് നിങ്ങളോട് രക്ഷപ്പെട്ട് ഓടാൻ ഞങ്ങൾ പറഞ്ഞതല്ലേ? അപ്പം നിങ്ങൾ കേട്ടില്ല. ഇപ്പം നിങ്ങൾ ഇത് അനുഭവിച്ചേ പറ്റൂന്ന് പറഞ്ഞ് അവൻ ഹായായിട്ട് നിൽക്കും. ഇനി നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും എത്രയൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടും യാതൊരു കാര്യമില്ല എന്ന് പറഞ്ഞ് ചോപ്പറിനെ മുഴുവനായിട്ടും ആ ജെല്ലിയിൽ മൂടി അവന്റെ മുകളിൽ 3 മിനിറ്റ് ടൈമർ സെറ്റ് ചെയ്ത് ഒരു ക്ലോക്ക് വെക്കും. അടുത്തതായിട്ട് ബ്രൂക്കാണ്. അതേസമയം കട്ടകുറയാണെങ്കിൽ കാട്ടിലെന്തോ വലിയ ശബ്ദം കേട്ട് അവിടേക്ക് നോക്കി നിൽക്കും. പരസ്പരം പറയും, അതാ ബിഗ് മോം ആണ്, എത്രയും പെട്ടെന്ന് അവരെ ആ സ്വീറ്റ് ഐലാൻഡിലേക്ക് കൊണ്ടുപോകണം. ബിഗ് മോം അവിടെ എത്തുമ്പോഴേക്കും പുട്ടിങ് പുതിയ കേക്ക് റെഡിയാക്കിയിട്ടുണ്ടാവും. അത് കേട്ട് അവനാണെങ്കിൽ പെട്ടെന്ന് മറഞ്ഞു നിൽക്കുകയാണ്. കാരണം ബിഗ് മോമിന്റെ കണ്ണിൽ പെട്ടാൽ അവൾ എല്ലാവരെയും അറ്റാക്ക് ചെയ്യും. കാരണം അവൾക്ക് ആവശ്യം ആ കേക്കാണ്. അടുത്ത നിമിഷം ബിഗ് മോം ആണെങ്കിൽ പുറത്തേക്ക് ചാടി വരികയാണ്. അവളുടെ തൊട്ട് മുൻപിൽ നമ്മുടെ ആൾക്കാര്. അവരെ കാണേണ്ട താമസം കട്ടക്കുറയും പരസ്പരവും അവർ രണ്ടുപേരും ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസ് ആവും. നമ്മുടെ ആൾക്കാർ സ്ട്രെയിറ്റ് ആയിട്ട് ആ കപ്പലിലേക്ക് ഓടി വരികയാണ്. അവര് കാണും ബ്രൂക്കിനെയും ചോപ്പറിനെയും അങ്ങനെ ജെല്ലിയിൽ ഫ്രീസ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. കട്ടകുറിയാണെങ്കിൽ അവിടേക്ക് വന്ന അവരുടെ അസിസ്റ്റൻസിനെ എല്ലാവരെയും മിറർ വേൾഡിലേക്ക് തന്നെ തിരികെ പറഞ്ഞയക്കും. കാരണം ലൂഫിയെ കുറിച്ചും അവന്റെ ആൾക്കാരെ കുറിച്ചും കട്ടകുറിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ പരസ്പരവും കട്ടകുറിയും അവർ രണ്ടുപേരും മാത്രം ലൂഫിയൻ ടീമിനെ ഡിഫീറ്റ് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കും. പരസ്പരം ആണെങ്കിൽ അവന്റെ ജെല്ലി പവർ അത് ലൂഫിക്ക് നേരെ പ്രയോഗിക്കും. നമ്മുടെ ആൾക്കാര് അവരുടെ നല്ല സ്ട്രെങ്തിൽ ഒരൊറ്റ ഇട്ടി ആ ജെല്ലി അങ്ങനെ തകർന്ന് താഴെ വീഴും. പരസ്പരമാണെങ്കിൽ അപ്പോഴും അടങ്ങാതെ ഇപ്പോ അവന്റെ ക്യാൻഡി വെച്ച് ഒരു ജയന്റിനെ ക്രിയേറ്റ് ചെയ്ത് ക്യാൻഡി ഷൂട്ട് നടത്തും. ലൂഫി ആണെങ്കിൽ മറ്റൊന്നും ചിന്തിക്കാതെ അവന്റെ കയ്യില് ഫയർ വരുത്തി അതുപയോഗിച്ച് ഒരൊറ്റ അടി. ആ ഒരു അടിയിൽ ആ മോൺസ്റ്റർ ജെല്ലി അങ്ങനെ തവിട് പൊടിയാവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡ്